ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അല്ലെങ്കിൽ പാണക്കാട്ട് ഹൈദറി തങ്ങളെ മക്കളാന്ന് പറയില്ല. ഇതുകൊണ്ടാണ് വാപ്പസ് കഴിയാതെ പറഞ്ഞില്ലല്ലോ. ശ്രമിക്കുക എന്നതെന്താ? തോന്നിയാസം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞ പൊതു സ്വഭാവമാണ്, സമൂഹത്തിന്റെ പൊതു സ്വഭാവമാണ്. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഉപരോധം ഉണ്ടാവും അവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ഡിതന്മാർ വിവേകമുള്ളവരായിരിക്കണം, ക്ഷമയുള്ളവരായിരിക്കണം, സൽസ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം. അവർക്ക് മാത്രമേ ശിഷ്യന്മാരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ബഹാവുദ്ദീൻ നദ്വിക്ക് ഇല്ലാത്ത ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബഹാവുദ്ദീൻ നദ്വി MP-മാരെയും MLA-മാരെയും ഉദ്യോഗസ്ഥന്മാരെയും മോശമാക്കിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ഗുരു നിന്ന് പാത്തിയാൽ ശിഷ്യന്മാർ നടന്നു പാത്തും എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ശിഷ്യനായ ഏലംകുളം റഷീദ് ഹുദവി വളരെ മോശമായ രീതിയിൽ അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഹൈന്ദവ മതത്തിൽ വിധവകളായ സ്ത്രീകൾക്ക് പുനർവിവാഹം കഴിക്കാൻ കഴിയുകയില്ല. അവരെ അമ്പലങ്ങളിലേക്ക് നേർച്ചയാക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് വ്യഭിചാരമാണ്, വേശ്യാവൃത്തിയാണ് എന്നൊക്കെ വളരെ മോശമായ രീതിയിലാണ് റഷീദ് ഹുദവി ഏലംകുളം സംസാരിച്ചിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ ദൈവങ്ങളെ ചീത്ത പറയരുത് എന്നാണ്. ഇതിന് വിരുദ്ധമായിട്ടാണ് ഏലംകുളം റഷീദ് ഹുദവി പെരുമാറിയിട്ടുള്ളത്. ഇത്ര മോശമായി ഇദ്ദേഹം സംസാരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഗുരുവായ ബഹാവുദ്ദീൻ നദ്വിയാണ് അതിനൊക്കെ ഉത്തരവാദി. ഷിയാ വിശ്വാസത്തിലേക്കും വഹാബിസത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ബഹാവുദ്ദീൻ നദ്വിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടതും അത്രയൊക്കെ തന്നെയാണ്. വഹാബികളും ഷിയാക്കളും തീവ്രവാദമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് ബഹാവുദ്ദീൻ തന്റെ ശിഷ്യന്മാർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബഹാവുദ്ദീൻ നദ്വി ഷിയാ വിശ്വാസത്തിലേക്ക് പോയി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. ഇവിടെ അല്ലാഹുവിന്റെ ദീൻ അട്ടിമറിക്കാൻ പാടില്ല. ഞാനവിടെ കൂടൂരിൽ വെച്ച് എന്റെ തന്നെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു. കുറ്റ്യാടിയിലുള്ള ഒരു ക്ലിപ്പ് മുമ്പ് പ്രസംഗിച്ചപ്പോൾ, ഷാറു പാറക്കനുസരിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ ഞാൻ കേൾപ്പിച്ച വിഷയം എന്തായിരുന്നു? അത് അപ്പുറത്തെ സമസ്തയുടെ വലിയ നേതാവായി ജാഥ നയിക്കുന്ന ആള് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദുകളുടെ സുവനീറിൽ അദ്ദേഹവും അവരുടെ നേതാക്കളും കൂടെ ഇരിക്കുന്ന ചിത്രം, സമ്മേളനത്തിന്റെ സുവനീറിൽ ചിത്രം, അവരുടെ നേതാക്കന്മാരിൽ ബേഡ് നിർത്തിയിട്ട് ഇയാളും കൂടെ ഇരിക്കുന്ന ചിത്രം, സമ്മേളന സുവനീറിൽ. അത് ഞാൻ എടുത്തു പറഞ്ഞു. അത് എടുത്തു പറഞ്ഞതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു വലിയ വെല്ലുവിളി എന്താ അറിയോ? ഞങ്ങൾ ആരെങ്കിലും സുന്നികളല്ലാത്തവരുടെ പരിപാടികളിൽ പങ്കെടുത്തതായി തെളിയിച്ചു തന്നാൽ ഈ സമസ്തയുടെ കൊടി ഞങ്ങളപ്പ നേർത്തു വെച്ചോളാൻ, നേർത്തു വെക്കാൻ അനുവദിക്കൂല, ഞങ്ങളെ കയ്യിലേക്ക് കൈമാറണം. അത് സമസ്തയുടെ കൊടിയാണ്. അത് നേർത്തു വെക്കുന്ന മുമ്പേയുള്ള പരിപാടിയാണ്. അത് നിങ്ങൾ വിടൂല എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. സമസ്തയുടെ കൊടി നമ്മൾ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് അൽഹംദുലില്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും സുന്നിയല്ലാത്തവരുടെ പരിപാടി പോയി പങ്കെടുത്തതിന് തെളിവ് തന്നാൽ കൊടി ഞങ്ങൾ നിരത്ത് വെച്ചോളാന്നാ പറഞ്ഞു. അപ്പോ അൽഹംദുലില്ലാഹ് ഒരു ചന്ദ്രിക കൈകിട്ടി. ഞാനിപ്പോ ദുബൈയിൽ നിന്ന് വരികയാണ്, പുറത്തു പോയിട്ടില്ല, വരുന്ന വരുത്താണ്. അപ്പൊ ഇപ്പൊ വന്നപ്പോ കോഴിക്കോട് നിന്ന് കിട്ടിയാണ് 2013 ഒക്ടോബർ 24 വ്യാഴാഴ്ചത്തെ ചന്ദ്രിക. ഈ ചന്ദ്രികയിൽ ചിത്രത്തോടുകൂടി ഡോക്ടർ നദ്വി ഇറാനി തിരൂരങ്ങാടി ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയ ആഘോഷമായ ഈദ് ഉൽ ഫിത്റിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്.
ഇമാം അലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന അൽ ഖബീർ രാജ്യാന്തര സമ്മേളനത്തിൽ സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. സുന്നികളാരും അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നികൾ പറഞ്ഞേക്കുക, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളെ ഇമാമിങ്ങൾക്കില്ല, ഞങ്ങളെ സമസ്തക്കും ഇല്ല. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറല്ലാഹു മർക്കദഹു സ്ഥാപിച്ച സമസ്ത, പാങ്ങിൽ അഹ്മദ് കുട്ടി ശിയാ നവറല്ലാഹു മർക്കദഹു സ്ഥാപിച്ച സമസ്ത, അവരൊക്കെ ധരിക്കുന്നതിന് മുമ്പ് ഷിയാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഷിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുന്നിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഷിയാ സമ്മേളനത്തിലേക്ക് മുൻകാലത്ത് ഒരു സമസ്തയുടെ ആളെയും പറഞ്ഞയച്ചതായി ചരിത്രം ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സുന്നികളുടേതല്ലാത്തവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു തെളിവ് കൊണ്ടുവന്നാൽ കൂടി ഞങ്ങൾ നിരത്തി വെച്ചോളാം. നിരത്തി വെക്കണ്ട, അത് നിങ്ങൾ ഇങ്ങോട്ട് കൈമാറേണ്ട കൂടിയാണ്. അത് പിന്നെ ഞാനാണ് നിരത്തി വെക്കുന്നത്. നിങ്ങൾക്കത് പിടിക്കാൻ അർഹതയില്ല. ഇതാണ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ നന്നാകാത്ത കാലത്തോളം പറയാനുള്ളത്. അല്ലാഹു തആല നിങ്ങളെയും നന്നാക്കട്ടെ. ഇനി ഇതിന്റെ പേരിൽ ഒരൊറ്റ ഹുദവികളും പേരോട് ഉസ്താദിന്റെ മക്കെട്ട് കയറേണ്ടതില്ല. പേരോട് ഉസ്താദ് ചന്ദ്രികയിലുള്ളതാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഷിയാ വിശ്വാസിയായ വഹാബിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബഹാവുദ്ദീൻ നദ്വി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഇങ്ങനെ അധപ്പതിച്ച് പോയിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. വഹാബിസവും ഷിയാക്കളിൽ നിന്നുണ്ടായതാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും റഷീദ് റിലയിൽ നിന്നും മുഹമ്മദ് അബ്ദുൽ നിന്നൊക്കെയാണ് വഹാബിസം കേരളത്തിലേക്ക് കുടിയേറിയിട്ടുള്ളത്. അവർ ഷിയ നേതാക്കളാണെന്ന് വഹാബി നേതാക്കൾ വരെ സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബഹാവുദ്ദീൻ നദ്വി മോശമായ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ അത് ഇസ്ലാം വിരുദ്ധ പരാമർശമാണ്, സമസ്ത വിരുദ്ധ പരാമർശമാണ്, ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അയാളെ മോശപ്പെടുത്തലല്ല സമസ്തയുടെ നയം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ ശിഷ്യന്മാരായ ഹുദവികൾ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് ഒരു മതത്തിലുള്ള സ്ത്രീകളെ അവഹേളിക്കുന്നത്, ഒരു മതത്തിന്റെ ആരാധനാലയത്തെ അവഹേളിക്കുന്നത്. അതെന്തിന്റെ പേരിലായാലും യോജിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അവർ ഇസ്ലാമിനെ ചീത്ത പറയുന്നവരാണ്, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നവരാണ് എന്ന ന്യായമൊന്നും ഇവിടെ വിലപ്പോവുകയില്ല. കാരണം അവർ പരിഹസിച്ചതിന് തിരിച്ചവരെ പരിഹസിക്കുകയാണെങ്കിൽ അവരും മുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാത്രവുമല്ല, അമ്പലത്തിൽ പോകുന്ന ഹൈന്ദവ വിശ്വാസിയെ, ചർച്ചിൽ പോകുന്ന ക്രൈസ്തവനെ, പള്ളിയിൽ പോകുന്ന മുസ്ലിമിനെ പരിഹസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പള്ളിയോടോ അമ്പലങ്ങളോടോ ചർച്ചുകളോടോ യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത യഥാർത്ഥ വിശ്വാസികളല്ലാത്തവരാണ് മറ്റു മതങ്ങളെ ആക്ഷേപിക്കുന്നത്. അതിനമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ വഷളാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അമ്പലമെന്ന ആരാധനാലയത്തെ മോശമാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ശരി, നമുക്കതൊന്ന് കേട്ടുനോക്കാം. നമ്മൾ ബഹുഭാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അരുൺ എഴുത്തച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട്, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ. നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണം. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിധവകൾ, നമ്മുടെ സഹോദര ഹിന്ദു സമൂഹത്തിലെ വിധവകൾ ഉണ്ടായത് കൊണ്ടാണ് ദേവദാസി സമ്പ്രദായം ഇവിടെ ഉണ്ടായത്. വിധവകൾ എന്ന് പറഞ്ഞാൽ വിവാഹമോചിതക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ വിധവകൾ ഉണ്ടായാൽ അവരെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുഭാര്യത്വം ഇസ്ലാമിന് അനുവദനീയമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് വേശ്യകളുടെ ജീവചരിത്രമാണ്. 7 സംസ്ഥാനങ്ങളിലൂടെ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെ 7 സംസ്ഥാനങ്ങളിലൂടെ ഇതിൻ്റെ ഗ്രന്ഥകാരൻ സഞ്ചരിക്കുകയും അവിടെ ക്ഷേത്രങ്ങളിലേക്ക് നേർച്ചയാക്കപ്പെട്ട പെണ്ണുങ്ങൾ, അതുപോലെ വേശ്യകളായി വരുന്ന പെണ്ണുങ്ങളൊക്കെ ജീവിതം പഠിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, വിധവകളായ പെണ്ണുങ്ങളെ പിന്നെ കുടുംബങ്ങൾ സ്വീകരിക്കുന്നില്ല. വിധവല്ലേ, പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെ അവർ ക്ഷേത്രങ്ങളിൽ വേശ്യപ്പണിക്ക് പോകുന്നു, അതുമായ ചുറ്റു സംഭവങ്ങളിൽ വേശ്യപ്പണിക്ക് പോകുന്നു, വേശ്യകളായിട്ട് തന്നെ വേശ്യാലയങ്ങളിലേക്ക് പോകുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനായി പണി എടുക്കുന്നത്? 3 നേരം ആഹാരം കിട്ടും എന്നാണ് അവരുടെ മറുപടി. കേട്ടല്ലോ സഹോദരങ്ങളെ, അരുൺ എഴുത്തച്ഛൻ
എഴുത്തച്ഛനെ പോലെയുള്ള ഒരാളല്ല ഈ സംസാരിക്കുന്നത്. താടിയും തലപ്പാവുമുള്ള ഒരു പണ്ഡിത വേഷധാരിയാണ്. ഉദവി ബിരുദമെടുത്ത ഒരു മുസ്ലിയാരാണ്. അരുൺ എഴുത്തച്ഛന് പലതും എഴുതിവിടാം, ജനങ്ങളെ കൊണ്ട് വായിപ്പിച്ച് ഹരം കൊള്ളിക്കാം. അതുപോലെയല്ല പണ്ഡിതന്മാർ. പക്വതയുള്ളവരായിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഏതെങ്കിലും ഒരു അരുൺ എഴുത്തച്ഛൻ എന്തെങ്കിലും എഴുതിവിട്ടാൽ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്ന വിധവകളെല്ലാം വേശ്യാവൃത്തിക്ക് വേണ്ടി പോകുന്നവരാണെന്ന് ഒരു പണ്ഡിതന് പറയാൻ കഴിയില്ല. വ്യഭിചാരാരോപണം നടത്തണമെങ്കിൽ എന്തെല്ലാം നിബന്ധനകൾ ഒത്തുവരണമെന്നറിയാത്തവരല്ല ഈ സംസാരിക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളോടുള്ള സമസ്തയോടുള്ള വെറുപ്പ് തീർക്കുകയാണ്. നിങ്ങൾ എത്ര തന്നെ സമസ്ത വിരുദ്ധമാണെന്ന് പറഞ്ഞാലും ഇസ്ലാം വിരുദ്ധമാണെന്ന് പറഞ്ഞാലും നബി പറഞ്ഞതുപോലെ ശിഷ്യന്മാരായ ഞങ്ങളും പറയും, അത് ഞങ്ങൾ നിർത്തിവെക്കുകയില്ല, നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമല്ല, തനിച്ച വഹാബിസമാണ്, ഷിയായിസമാണ്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആളുകളുടെ സംസാരം കേട്ട് നിങ്ങൾ ഇസ്ലാം മതത്തെ തെറ്റിദ്ധരിച്ചു പോകരുത്. അവരുടെ സംഘടനയെ വളർത്താൻ വേണ്ടി അവർ പല തോന്നിവാസങ്ങളും പറഞ്ഞെന്ന് വരാം. ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടായ പല വിഷമങ്ങളും നിരുപാധികം ഞാൻ ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.